പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് ചോറുണ്ണാൻ പറ്റിയ നല്ലൊരു മുളക് ചമ്മന്തി റെഡിയാക്കാം. സ്കൂൾ ലൈഫിലെ ലഞ്ച് ബോക്സിൽ മെയിൻ ആയിട്ട് ആയിരുന്നു കേട്ടോ അത്. ഒരിത്തിരി ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും. എന്നാലും ഇവിടെ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഉള്ളി ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് 10 എണ്ണം എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ എണ്ണ എടുക്കണം 3 ടേബിൾ സ്പൂൺ. പിന്നെ വാളംപുളി എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. പിന്നെ സാൾട്ട്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല എരിവുള്ള വറ്റൽമുളക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വറ്റൽമുളക് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ പിന്നീട് വാഷ് ചെയ്യാനത് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം വെളിച്ചെണ്ണ അല്ലാത്ത ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി അതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഉള്ളി, വറ്റൽമുളക്, ഉപ്പ്, പുളി എല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടായ ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, വറ്റൽമുളക് എല്ലാവരും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇളം ചൂടിൽ ചെറിയ ചൂടിൽ തന്നെ ഇങ്ങനെ വഴറ്റി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്ത് എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുത്ത് പാകാക്കി എടുക്കുക. നമ്മൾ ചൂട് കൂട്ടിയിട്ട് വഴറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൊള്ളുണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് ഒക്കെ ലോ ഫ്ലെയിമിൽ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ചമ്മന്തിയിൽ കൈയും വേറെ വെള്ളം ഒന്നും തൊടരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാം. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചമ്മന്തി? ഇത് കാണുമ്പോൾ തന്നെ കുറച്ചധികം ചോറ് തിന്നാൻ തോന്നണില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.